CPM-ന് ദോഷം ചെയ്യും, അത് പൊതുവെ രാഷ്ട്രീയത്തിന് ദോഷം ചെയ്യും. നിങ്ങൾ ഒരു തലമുറയെ മൊത്തം വഴിതെറ്റിക്കുകയാണ്. ഇത്തരം വാക്കുകളൊന്നുമല്ല പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഭരണഘടനാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനുള്ളിൽ ആളുകൾക്ക് അവരുടെ മര്യാദ കൊടുക്കണം. അത് പിണറായി വിജയനാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം, സതീശനാണെങ്കിൽ കൊടുക്കണം, മോഡി ആണെങ്കിൽ കൊടുക്കണം, ഗവർണറാണെങ്കിൽ കൊടുക്കണം. ഗവർണർ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പറയാം, അല്ല തെറി പറയാന്നുള്ളതല്ല. തെറി വന്ന് നിങ്ങൾക്ക് എന്ത് നേടാൻ? കേരളം പോലെ എഡ്യൂക്കേറ്റഡായ സൊസൈറ്റി നിങ്ങൾ തെറി പറയുമ്പോൾ നിങ്ങളാണ് മോശക്കാരാകുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ വരെ അവരൊക്കെ തന്നെ നല്ല ബോധമുള്ള പിള്ളേരാണ്. അവർക്ക് തന്നെ തെറിവാക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. നിങ്ങളെന്ത് ചെയ്ത് കാണിച്ചു തന്നെ അവരതിന് അപ്രീഷിയേറ്റ് ചെയ്യും. അത് മോഡി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെയാണ് നിങ്ങൾ തെറിയും പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ആരെ അപ്പീസ് ചെയ്യാനാണ്? ഈ നിങ്ങളെ യൂട്യൂബിലുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഉള്ള നിങ്ങളുടെ ഒരു ഫാൻസിന് മാത്രമേ സന്തോഷിപ്പിക്കുകയുള്ളൂ. പുറത്തുള്ള ആളുകൾ നിങ്ങളെപ്പറ്റി മോശം അഭിപ്രായം ഉണ്ടാക്കി ആരാണെങ്കിലും നിങ്ങളൊന്ന് അകറ്റുകയേ ചെയ്യുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ അവരവരുടെ അണികളെന്ന് പറയുന്ന ഈ മാസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് മോശം കാര്യമാണ്. പിണറായി വിജയനോട് നമുക്കുണ്ടായ ഒരു ആദരവിനൊക്കെ ഒരു കാരണം ഈ മാസിൻ്റെ ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള നോക്കുകൂലി. ഇതിനൊക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് പിണറായി വിജയൻ. ഇത്തരം കാര്യങ്ങളും കൂടി അദ്ദേഹത്തിന് ചില നിലപാടുകളൊക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ യശസ്സ് പിന്നെ വരികയുള്ളൂ. പിന്നെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ പ്രശ്നങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളും അത് റേസ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അതുപോലെയല്ല ഈ തെറി വിളിക്കുന്നത്, അത് അങ്ങേറ്റ അപലപനീയമായി പോയി. ഈ മോദിയുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ഈ പറഞ്ഞ മൊബൈൽ ഷോപ്പുകാരനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിൽ വലിയ കാര്യമൊന്നുമല്ല. കേരളത്തിൽ സാധാരണക്കാരൊക്കെയാണ് മുഖ്യമന്ത്രിയായത്. പിന്നെ പല ഗ്യാരണ്ടികളും പാലിച്ചൊരു സംസ്ഥാനമാണ്. ഇവിടെ ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരനാണെങ്കിലും നായനാരാണെങ്കിലും ഈ പറയുന്ന പിണറായി വിജയനാണ് ഇവിടെ ഗ്യാരണ്ടികൾ പാലിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് ഇവിടെ തമാശയായി മാറുകയുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് മോഡിയുടെ നിരന്തരമായ സന്ദർശനം, അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് മോഡി കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, എനിക്കൊന്നും ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ കല്യാണത്തിന് ഒരു സിനിമാ നടൻ്റെ കല്യാണത്തിന് ഒരു പ്രധാനമന്ത്രി വരുന്ന ഫസ്റ്റ് സന്ദർഭമാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയുമാണ് നരേന്ദ്രമോദി. അതായത് ലോക നേതാവ് കൂടിയാണ്. നമ്മുടെ ഒരു ലോകത്ത് ഇന്ന് ടോപ്പായിട്ടുള്ള 5 നേതാക്കളെ എടുത്താൽ അതിൽ എനിക്കൊന്നും ഒരുപക്ഷെ ഏറ്റവും പ്രമുഖം തന്നെയാണ് ഇപ്പോൾ മോഡി. അപ്പോൾ അങ്ങനെ ഒരു മോഡിയുടെ സുരേഷ് ഗോപിയായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അതായത് സുരേഷ് ഗോപിയുടെ ഇലക്ടോറലായിട്ടുള്ള പ്രോസ്പെക്ട്സിനെ അത് വർദ്ധിപ്പിക്കും. മാത്രമല്ല തൃശ്ശൂരുമായിട്ട് കുറച്ചുകൂടി നല്ല ബന്ധം ഉണ്ടാക്കാൻ മോഡിക്ക് അത് ഗുണകരമാകുകയും ചെയ്യും. തത്വത്തിലത് മോഡിക്ക് BJP കേരളത്തിൽ എസ്പെഷ്യലി തൃശ്ശൂർ ഗുണകരമായിട്ടുള്ള നീക്കമാണ്. പിണറായിക്ക് താക്കീതാണെന്ന് എനിക്കൊന്നുമില്ല. അങ്ങനൊരു രീതിയിൽ ED-നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോഴേക്ക് അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. അത് മൂപ്പര ഓളത്തിനങ്ങ് പറഞ്ഞായിരിക്കും. പിന്നെ രണ്ടാമത്തത് ഈ അന്വേഷണം നടത്തിയ കേന്ദ്ര ഏജൻസികളാണ്. കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസാണ് ഇതിൽ ഈ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ ഇതുവരെ അതൊരു കൃത്യമായിട്ട് മുമ്പ് അവർ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കോള് പോയി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു പലർക്കും ബന്ധമുണ്ടെന്നൊക്കെ. പക്ഷേ നമ്മൾ കാണുന്നത് ആ രീതിയിലുള്ള ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ അശോകൻ എന്താ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് നമ്മൾ വേറൊന്നും പ്രൊസീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നത് കാര്യമായ തെളിവ് കിട്ടിയിട്ടുണ്ടാവില്ല. തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പ്രൊസീഡ് ചെയ്യുമല്ലോ. അപ്പോൾ തെളിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇത് കേരളം പോലെ ഒരു സാക്ഷരതയുള്ള സംസ്ഥാനത്ത് ഇങ്ങനെ വന്ന് പറയുമ്പോൾ നാട്ടുകാർ തിരിച്ചു ചോദിക്കും, നിങ്ങൾ തന്നെയല്ലേ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്ത്, നിങ്ങളെ ഏജൻസിയല്ലേ അന്വേഷിക്കുന്നത്, അപ്പോൾ നിങ്ങളൊക്കെ അതിൽ നിങ്ങൾ മൂവ് ചെയ്യാത്തത് മറ്റുള്ളവരുടെ കുറ്റമാണോ? തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിനെ ആക്ഷൻ എടുക്കുകയും ചെയ്യേണ്ടത് ഈ കേന്ദ്ര ഏജൻസികളല്ലേ. പിന്നെ ഈ വിജിലൻസിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസൊക്കെ തീരണമെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ 5 വർഷമൊക്കെ എടുക്കും പൊതുവേ. അപ്പം അത് ഇനി അവർ പതുക്കെ ആ ഒരു എന്താ പറയുക ഡ്യൂ കോഴ്സ് തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിവേ ടൈം ബീയിങ് ഇപ്പം മോഡി ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ കേരളം അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ത്യ ഓരോ പ്രധാനമന്ത്രിമാരുടെ അണ്ടറിലും ഇന്ത്യ മെച്ചപ്പെട്ടു വന്നതാണ്. പിന്നെ അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ അവസാന ഗവൺമെൻറ് ചില കാര്യങ്ങൾ ശക്തമായ നിലപാടെടുക്കാൻ പോയത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണ്. അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ DMK കാരനൊക്കെ പറഞ്ഞത് കേട്ട് അതിനനുസരിച്ച് ചെയ്യേണ്ടിയിരുന്നു. മോഡിയെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ പോലെ അദ്ദേഹത്തിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു എന്നുള്ള നല്ല കാര്യമാണ്. അത് അദ്ദേഹം നല്ല രീതിയിൽ ഇന്ത്യയെ അസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മുൻപില്ലാത്ത വിധം ഇന്ത്യയെ എസ്പെഷ്യലി പടിഞ്ഞാറൻ ലോകങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ ടാപ്പ് ചെയ്യാത്ത ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്ക് വരുമാനം എന്ന രീതിയിലും. അതുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൾച്ചറൽ ആസ്പെക്ട്സ് ഉണ്ട്. അതിനൊക്കെ മോഡി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ലക്ഷദ്വീപിലൊന്നും ഈ രീതിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രധാനമന്ത്രി ഇതുപോലെ സന്ദർശനം നടത്തിയിട്ടില്ല. അത് അവിടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഇതിൽ മാലദ്വീപ് എന്തിനാണ് ഈ ഭ്രാന്തെടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടേതായ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ടൂറിസ്റ്റ് ലിങ്ക്സ് ഉണ്ട്. ലക്ഷദ്വീപിൽ വരുന്ന ആളുകൾ അവിടെയും പോകും. അപ്പോൾ അവർ ആ രീതിയിൽ നിലപാടെടുത്ത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഫോഴ്സുകളുടെ ഒരു സ്വാധീനം ഈ മന്ത്രിമാരിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെ ചൈനയുടെ സ്വാധീനം ഉള്ളതുകൊണ്ടായിരിക്കാം. കാരണം ഇത്
ഒരു രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ ഒരു ഫ്രണ്ട്ലി നാഷണൽ എനിമി നാഷൻ ആണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ഉപയോഗിക്കില്ല. ഈ മന്ത്രിമാർ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളൊന്നല്ലല്ലോ, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ളൊരു, എനിക്ക് തോന്നുന്നു, ഒന്നെങ്കിൽ വർഗീയ വിഷമായിരിക്കും, അതല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള ചൈന പോലെയുള്ള ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ സ്വാധീനമോ, അതല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും. അതായത് ഭയങ്കര മോശമായി. ഡിപ്ലോമാറ്റിക്കലി എന്താ കുട്ടിക്കളിയാണോ ഡിപ്ലോമസി എന്ന് വെച്ചാൽ? അത് ഊഞ്ഞാലാവുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. കാരണം ഇവർക്കൊന്നും പരസ്പരം ഒരുമിച്ച് പോകാൻ പറ്റില്ല. പിന്നെ മമതാ ബാനർജി അവരുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്. മമതാ ബാനർജിയെ പറ്റി അവിടെയുള്ള മറ്റുള്ളവർക്ക് ഇതൊക്കെ തന്നെ പറയാനുണ്ട്. കാരണം ബംഗാളിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ കടുവേനെയും മാനിനെയൊക്കെ നിങ്ങൾക്ക് ഒരേ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ബംഗാളിൽ ഇപ്പോൾ CPM ശക്തിപ്പെട്ട് വരുന്നു എന്നാണ് CPM പറയുന്നത്. ശക്തിപ്പെട്ട് വരുന്ന CPM മമതയായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല, അല്ല മമത അവരെയായിട്ടും കോംപ്രമൈസ് ചെയ്യില്ല. ദുർബലമാകുന്ന CPM-ആയിട്ട് മമത കോംപ്രമൈസ് ചെയ്യും, ദുർബലമാകുന്ന CPM മമതയായിട്ടും കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് ബംഗാളിലെ ഒരു ഇപ്പോഴത്തെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ മറ്റു പല സ്ഥലങ്ങളും ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂർ ചിലപ്പോൾ BJP ജയിക്കും വിചാരിക്കുക. അത് തടയണമെങ്കിൽ കോൺഗ്രസും BJP ഒരുമിച്ച് നിന്നാൽ മതി. പക്ഷേ അവന്മാർ ഒരുമിച്ച് നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായി പോകുന്ന ഒരു കിനാശേരി അല്ല അത്.